വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളൊരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോഗോ ക്യാറ്റോ ഉണ്ടെങ്കിൽ മിക്കവാറും ഡോഗിനെയും ക്യാറ്റിൻ്റെ ഓണേഴ്സിനെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഈ ഫ്ലീ സ്റ്റിക്സ് ഒക്കെ വന്നിട്ട് സ്കിന്നിൽ ഈ ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ഫ്ലീ ഡേർട്ടൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ചൊറിച്ചിലായിട്ടൊക്കെ നമ്മുടെ പെറ്റ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻസ് ട്രീറ്റ്മെൻറ്റായിട്ട് അവൈലബിൾ ആണ്. ഒന്ന് പൗഡേഴ്സാണ്, ടിക്സിനും ഫ്ലീസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പൗഡേഴ്സ് അവൈലബിൾ ആണ്. 2 സ്പ്രേ ആണ്. 3 സ്പോട്ടോൺ എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ്, മുകളിൽ അപ്ലൈ ചെയ്യുന്നത്, ശരീരത്തിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നൊരു ലിക്വിഡാണ്. ആൻഡ് 4ാമത്തെ ഓപ്ഷൻ ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് പൗഡറാണ്. പൗഡർ ക്യാറ്റ്സിനും ഡോഗിനും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ദിവസവും ഇത് അപ്ലൈ ചെയ്തിട്ട് കോംബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 2ാമത്തെ ഓപ്ഷൻ വരുന്നത് സ്പ്രേ ആണ്. സ്പ്രേ കൂടുതലായിട്ട് ഡോഗിനാണ് വരുന്നത്. ഫിബ്രോണിൽ കണ്ടിട്ടുള്ള കുറച്ച് മെഡിസിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് 3ാമത്തെ ഓപ്ഷനാണ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് ഒരു 1 മന്തിലോട്ടൊക്കെ 30-35 ദിവസത്തോളം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കാര്യമാണ് സ്പോട്ടോൺ എന്ന് പറയുന്നത്. അത് ഡോഗിനും ക്യാറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. വെയിറ്റ് അനുസരിച്ചാണ് സ്പോട്ടോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ാമത്തെ ഓപ്ഷനാണ് ടാബ്ലറ്റ്സ് വരുന്നത് ഡോഗിനാണ്. ഈ ടാബ്ലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എൻഡോവെക്ടർ പാരസിറ്റ്സാണ്. അതായത് ഉള്ളിലുള്ള വിരകളെയും പുറത്തുള്ള പ്രാണികളെയും രണ്ടിനെയും ഒരേപോലെ നശിപ്പിക്കാൻ ഈ ഒരു ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് കഴിയും. സോ ഇത് കൂടുതൽ കുറച്ച് നോർമലി സ്പോട്ടോണൊക്കെ ഒരു 1 മന്താണ് സ്പോട്ടോണിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്കിൽ ഈ ടാബ്ലറ്റുകൾ പ്രൊവെക്ടോ എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ് ഏകദേശം ഒരു 5 to 6 മന്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ഇത് ക്യാറ്റ്സിന് അവൈലബിൾ അല്ല, ഡോഗിനാണ് ഈ മരുന്ന് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.